തിരുവനന്തപുരം കാട്ടാക്കട പൂഴനാട് നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ അമ്മയെ ഇപ്പോൾ ആര്യങ്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ആദ്യമേ ഇതൊരു കൊലപാതകമാകാനാണ് സാധ്യത എന്ന വിലയിരുത്തലായിരുന്നു പോലീസ്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം ശ്വാസം മുട്ടിച്ചതിനെ തുടർന്നാണ് എന്ന് കണ്ടെത്തി ശരീരത്തിൽ മുറിപ്പാടുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ അമ്മ ഷംന കുറ്റം സമ്മതിച്ചതായാണ് നമുക്ക് കിട്ടിയ വിവരം. ഷംന എന്തെങ്കിലും പറയാനുണ്ടോ? മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലേക്ക് ഷംനയെ പോലീസ് കൊണ്ടുപോവുകയാണ്. റിമാൻഡ് ചെയ്യും. ഷംനയോട് ചോദിക്കാനുണ്ടായിരുന്നു, ഷംനയ്ക്ക് ഇതിന് കഴിയുമായിരുന്നു? സ്വന്തം പൊന്നോമനയെ ഈ രൂപത്തിൽ ക്രൂരമായി കൊല്ലാൻ എങ്ങനെയാണ് സാധിച്ചത് എന്ന്. അതുകൊണ്ട് ആ ചോദ്യം ഞാൻ ചോദിച്ചായിരുന്നു, ഷംനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. പക്ഷെ വളരെ കൂളായിട്ട് നടന്നുപോയി. ഒരു ക്രൂരത ആ കുട്ടിയിൽ ഞാൻ കണ്ടില്ല. പക്ഷേ ഷംനയ്ക്ക് എന്താണ് പറ്റിയത്? ശരിക്കും ആ 21-കാരിയെ ഈ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതെന്താണ്? ഒരിക്കലും കുറ്റകൃത്യത്തെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ അവളുടെ ഈ കഥയിലെ പിന്നാമ്പുറം നമുക്ക് വായിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഷംന ജനിച്ച നാട്ടിലേക്ക് നമുക്ക് പോകണം. അവളെ വളർത്തിയവരെ നമുക്ക് കാണണം. അവർക്ക് പറയാനുള്ളത് എന്ത് എന്ന് കേൾക്കണം. ജനിച്ചുടനെ ശ്വാസം മുട്ടിച്ചുവെന്നും ചില ആയുധങ്ങളെ കൊണ്ട് കുഞ്ഞിന് മുറിപ്പാടുണ്ടാക്കിയെന്നും കൊച്ചിനെ കൊന്നുവെന്നുമാണ് നാം അറിഞ്ഞത്. ഷംന എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുകൂടെ ചോദിക്കേ. ഷംന തെറ്റ് ചെയ്തോ? ഷംന പറയേ, ചെയ്തോ? ഷംനയ്ക്ക് തെറ്റ് പറ്റിയോ? ഷംന ആരെയും കുറ്റപ്പെടുത്തിയില്ല. ഭർത്തൃ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയില്ല. ജനിപ്പിച്ചിട്ടും കൂടെ നിൽക്കാത്ത മാതാവിനെ കുറ്റപ്പെടുത്തിയില്ല. എന്നും പ്രൊട്ടക്റ്റ് ചെയ്യാത്ത പിതാവിനെ കുറ്റപ്പെടുത്തിയില്ല. ഷംന ആ കുറ്റം ഇപ്പോൾ ഒറ്റയ്ക്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. ഭർത്തൃ വീട്ടുകാരെക്കുറിച്ച് യാതൊന്നുമേ ഷംന ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ കുട്ടിയെ നല്ലതുപോലെ നോക്കി നന്നായി വളർത്തിയ ഷംന, ആ കുട്ടിയെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. നല്ല വെളുത്തു തുടുത്ത് മിടുക്കനായ ഒരു കുട്ടി. പക്ഷേ ഈ രണ്ടാം കുട്ടിയുടെ കാര്യം വന്നപ്പോൾ എന്തു പറ്റിയതാണ് എന്ന് നമ്മൾ തിരക്കി. അത് നമുക്ക് കിട്ടിയ ഒരു വാർത്ത, ഒരു സംഭവം ഇപ്രകാരമായിരുന്നു. ഈ ഷംനയ്ക്ക് രണ്ടാമതും ഒരു കുഞ്ഞുണ്ടാകുന്നു എന്നൊരു സംശയം തോന്നിയ അന്ന് തന്നെ ഭർത്താവിനോട് അത് ചെക്ക് ചെയ്യാനുള്ള കാർഡ് വാങ്ങിക്കൊണ്ടുവരാൻ ഷംന പറഞ്ഞു അത്രേ. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഭർത്താവ് തന്നെയാണ് അത് വാങ്ങിക്കൊണ്ട് വന്നത്. അന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് പോസിറ്റീവാണെന്ന് മനസ്സിലാക്കിയ ഷംന ഭർത്താവിനെ ആ കാർഡ് കാണിക്കാതെ അത് നെഗറ്റീവാണ് എന്ന് പറഞ്ഞു. അതായത് തുടക്കം മുതൽ ഗർഭം മറയ്ക്കാൻ വേണ്ടി ഷംന ശ്രമിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ഷംനയ്ക്ക് വെറും 21 വയസ്സാണ് പ്രായം. ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഷംനയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. ചിലർ അങ്ങനെ പറഞ്ഞു. അവൾ വന്നുടനെ ഗർഭിണിയായി എന്ന ഒരു വാർത്ത പുറത്തേക്ക് പറഞ്ഞപ്പോൾ അത് കേട്ട സമൂഹം, കുടുംബാംഗങ്ങൾ അത് സന്തോഷത്തോടെ അല്ല എടുത്തതെന്നും ആ വിധത്തിലല്ല ഭർത്തൃ വീട്ടുകാർ കൈകാര്യം ചെയ്തത് എന്നുമൊക്കെ മറ്റു ചിലർ പറയുകയുണ്ടായി. അങ്ങനൊരു ട്രോമ, അങ്ങനൊരു ഡിപ്രഷനൊക്കെ ഷംനയ്ക്ക് ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് ചോദിച്ചറിയാം. ഞാൻ ചോദിക്കട്ടെ, ഷംനയ്ക്ക് അച്ഛനും അമ്മയില്ല? അച്ഛനും അമ്മയും ഉണ്ട്, അച്ഛനും ഉണ്ട്. അപ്പൊ അമ്മ വേറെ പോയി. രണ്ട് മക്കളെ അമ്മ വേറെ പോയി. ഷംനയ്ക്ക് സഹോദരനാണോ ഉള്ളത്? ഒരു സഹോദരന്റെ മൂത്ത ഒരു സഹോദരി ഉണ്ട്. അതിനെ പറ്റി നമുക്ക് അറിഞ്ഞൂടാ. ഇവന്റെ മൂത്തത് നമുക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് ഷംനയെ നിങ്ങൾ പിന്നെ വേറെ ആരും ഇല്ലാതെ കല്യാണം കഴിപ്പിക്കുകയാണ് ചെയ്തത്. വെച്ചാ ആ ചെറുക്കനും നല്ല ചെറുക്കനെന്ന് പറയുന്നത് ഈ കൊച്ചിനെ കെട്ടിയത് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഒരു കെട്ടിയല്ലേ കെട്ടിയുള്ളൂ. ആ പയ്യനെ എങ്ങനെ കണ്ടുപിടിച്ചത്? അത് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ എങ്ങനെ പെണ്ണ് കണ്ട് എങ്ങനെയാണോ എന്തോ എനിക്ക് അതിനെ പറ്റിയൊന്നും ഇത് ശരിക്കും പറയുമ്പോൾ ഷംനയ്ക്ക് എവിടെ എന്താ പ്രശ്നം? നിങ്ങൾ ആലോചിച്ച് നല്ല പയ്യനെ കൊണ്ട് കെട്ടിപ്പിച്ചതല്ലേ? ആലോചിച്ച് കല്യാണം കഴിച്ചു വിട്ടതാണ്.
അവളുടെ അമ്മ പോയി 2 വർഷം വരെ അവൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ നിന്നിട്ട് എൻ്റെ ഒരു സഹോദരൻ കൊണ്ടുവന്ന് അബി കോളേജിൽ ചേർത്തു. അബി കോളേജിൽ ചേർത്തിട്ട് അവിടെ 10 മാസം കഴിഞ്ഞപ്പോൾ കാലാവധി കഴിഞ്ഞു, കാശ് തീർന്നപ്പോൾ ഈ കൊച്ചിനെ ഒരു ദിവസം ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ച് കാണാൻ ഇടയായി. അപ്പോൾ ഇവള് 10 ദിവസം ഇവിടെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണമെന്ന് അവൾ ആഗ്രഹം പറഞ്ഞ് വന്നപ്പോൾ പിന്നെ ഇവിടെ വന്ന് സങ്കടം പറിച്ചിനും അവിടുത്തെ ജീവിതത്തിനെ കുറിച്ചുള്ള ദുഃഖങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞ് ഒരാഴ്ച ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ടാക്കാൻ. ഒരാഴ്ച കഴിഞ്ഞിട്ട് 1 മാസം 1.5 മാസം അവൾ വീണ്ടും അവിടെ പോയി നിന്ന് അറബി കോളേജിൽ കൊണ്ട് ചേർത്ത്. ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ ബാലൻസ് പൈസ തീർന്ന് അങ്ങനെ ഇവള് പിന്നെ എന്നെ ഫോൺ വിളിക്കുമായിരുന്നു. വെള്ളിയാഴ്ച ദിവസം ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എടുത്ത് സംസാരിക്കുമ്പോൾ ഇതുപോലെ പിള്ള പറയും, ഇതുപോലെ എനിക്കിനി പൈസ തീരുമ്പോൾ എന്നെ ഇവിടെ നിർത്തൂല താത്ത, എന്തൊരു ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞില്ല, താത്ത എന്നെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ ഭർത്താവായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം നമ്മളെ മക്കളെ പോലെ ഒരു പിള്ളേ ഞാൻ കൊച്ചിലെ എടുത്ത് വളർത്തിയ പിള്ളയാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ബാലൻസ് പൈസ തീർന്ന് അവിടെ എൻ്റെ ഉത്തരവാദിത്തത്തിൽ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തത്. പയ്യനെ കണ്ടുപിടിക്കുന്നത് ഇവിടെ വന്ന് 1.5 വർഷം ആവുമല്ലോ. 1 വർഷം അത് ഇവിടെ ഷാൻ കാക്ക എന്ന് പറയുന്ന ഒരാള് മാട് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ ഭർത്താവിനെ തിരക്കി വരുമായിരുന്നു, പൂരനാട് ഷാന്. അപ്പൊ അയാളടുത്ത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു, നമുക്കൊരു പെൺകൊച്ചുണ്ട്, അവളെ ഒരു മര്യാദ അതുപോലുള്ള ഒരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ പറഞ്ഞു, എൻ്റെ കസ്റ്റഡിയിൽ ഒരു പയ്യനുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, കല്യാണം കഴിപ്പിച്ച് വിട്ട് സന്തോഷത്തോടെ ജീവിച്ച്. പിന്നെ ഇതിൽ എന്തൊരു വന്നെന്ന് കേട്ടാ നമുക്ക് അറിഞ്ഞുകൂടാ. അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇവളെ ആദ്യത്തെ പ്രസവത്തിന് ഇവളെ ഞങ്ങൾ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നു 9 മാസം കഴിഞ്ഞപ്പോൾ. ഞാനും എൻ്റെ കുടുംബവും മാത്രം, വേറെ വെളിയിൽ നിന്ന് ആളും പേരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വീട്ടിൽ 5 പേര് ഇവളെ ചടങ്ങെല്ലാം നടത്തി വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ എൻ്റെ കൊച്ചിന് സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ പോയപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മൂമ്മയും എൻ്റെ അമ്മൂമ്മ വീട്ടിലുണ്ടായിരുന്നു. അവളെ കല്യാണത്തോടെ എൻ്റെ അമ്മൂമ്മ ഇവിടെ നിർത്തിയിരുന്നു. അപ്പൊ അമ്മൂമ്മയും കൊച്ചുമോളും കൂടെ പരിഹാസമാക്കി തമാശയായി അവർ സംസാരമായി. ഞാൻ വന്നപ്പോൾ അവർ തമ്മിൽ നല്ല വഴക്കൊക്കെ കഴിഞ്ഞ് ഇവക്ക് പിന്നെ ഇവിടെ നിൽക്കേണ്ടെന്നുള്ളതായി. ഇവക്ക് പിന്നെ അൽത്താഫിന്റെ വീട്ടിൽ പോകണം. കൊടുക്കുന്ന അൽത്താഫിന്റെ സഹോദരിയെയും അൽത്താഫിനെയൊക്കെ വിളിച്ച് അവള് പറഞ്ഞു കൊടുത്ത്, എന്റെ പ്രസവമൊന്നും ഇവിടെ ആരും നോക്കൂല, എന്നെ ഇവിടെ ആരും അന്വേഷിക്കുന്നുണ്ട്, എന്നെ ഇക്ക വന്ന് കൊണ്ടുപോകണം, ഇക്കായും താത്തായും കൂടെ എന്നെ നോക്കണമെന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോയി. അൽത്താഫിന്റെ വീട്ടിൽ അൽത്താഫ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ വന്നിട്ട് ഇതുപോലെ പറഞ്ഞ്. അപ്പൊ നമ്മൾ ഉമ്മയെ കൂടെ വിടാന്ന്, എനിക്ക് മൂത്ത മോൾ ഇതാണ്, 14 വയസ്സായി. അപ്പൊ അതും 2 പിള്ളേരുള്ളത് കൊണ്ട് എൻ്റെ അമ്മയും കൂടെ പറഞ്ഞ് വിടായിരുന്നപ്പോ അവർക്കാർക്കും ഞങ്ങളാരും പോണ്ട, അവന്റെ സഹോദരി നോക്കിക്കോളാം, നമ്മളിൽപ്പെട്ട ഒരു അവിടുത്തെ വിഷയങ്ങൾ ബുദ്ധിമുട്ട് അത് തന്നെ പറഞ്ഞത്. ഈ പ്രസവം കഴിഞ്ഞ് വിളിച്ചോണ്ട് പോയല്ല, അവര് ഹോസ്പിറ്റലിൽ അവരാണ് പോയത്, നമ്മൾ നോക്കാനൊന്നും പോയില്ല. അങ്ങനെയൊന്നുമില്ല, അത് താല്പര്യം ഇല്ലാത്തല്ല, അതിന് വേറെ വിഷയമുള്ളതെന്ന് വെച്ചാൽ അവർക്ക് മാസം വയറ്റിലായ കാലം തൊട്ട് അവര് കുഞ്ഞിനെ മതി, തള്ളയെ വേണ്ടെന്നുള്ള നിലപാട് അവരെടുത്തിരുന്നു. കൊന്നുകളയുന്ന അങ്ങനെയൊന്നും അല്ല, സ്നേഹത്തിന്റെ പേരിൽ. അപ്പൊ എപ്പോഴും പറയും, എന്റെ പിള്ളേയും അവർക്ക് 10 പിള്ളയെ പ്രസവിച്ചു കൊടുക്കണം, 5 പിള്ളയെ പ്രസവിച്ചു കൊടുക്കണം, ഇതുപോലെ എന്റെ കൊച്ചിനെ ഇതുപോലെ എന്തായിരുന്നു ഇത്രയും വെയിറ്റ് കൂടിയ കൊച്ചിനെ ഞാൻ പ്രസവിച്ചു കൊടുക്കണം, എന്നെ അവർക്ക് വേണ്ട, എന്റെ ആരോഗ്യം അവർ നോക്കുന്നില്ല. അപ്പൊ ഞാൻ പറയും, അതൊക്കെ തമാശ, വയസ്സായ ആൾക്കാരല്ലേ, അവര് തമാശക്കുണ്ട് അങ്ങനെയൊക്കെ പറയണത്, നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്നൊക്കെ പറയുമ്പോ ഇവളതങ്ങ് കാര്യമാക്കാതെ പോയി. പിന്നെ പ്രസവിച്ച് അവരങ്ങ് വീട്ടിൽ കൊണ്ട് അവൻ പുറത്തുനിന്ന് ആള് നിർത്തി, അവൻ തന്നെ അന്വേഷിച്ചത് അയ്യോ അങ്ങനെയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ആ പയ്യൻ അങ്ങനെ ഒരു പയ്യനല്ല, നമ്മളറിവില്ല ആ പയ്യൻ അങ്ങനെ ഒരു പയ്യനല്ല. അവൻ ഒരുപാട് അവിടുത്തെ പ്രശ്നങ്ങളായാലും എന്തിനായാലും അവൻ എവളെ കൈ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പിന്നെ എവളിൽ എന്ത് പാൾട്ട വന്നു നേട്ടാ നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ 1.5 വർഷം കൊണ്ട് നിർത്തിയിരുന്ന അത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്റെ 3 മക്കളെ എല്ലാരും അറിഞ്ഞാണ് പ്രസവിച്ചത്. അത് നമുക്ക് എങ്ങനെ അറിയാം? ഇവിടെ വന്ന് അവള് തങ്ങി നിന്നിട്ടില്ല. ഇവിടെ വന്ന് തങ്ങി നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് വല്ലതും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് വിടാഞ്ഞിട്ടുള്ളതല്ല, ഷംനയുടെ നമ്മളിൽ ഒരു ബാധ്യത വെക്കണ്ടെന്ന് അവൻ കരുതി കാണും. വേറെ 1-2 കാര്യങ്ങളൊന്ന് ചോദിച്ചോട്ടെ പെട്ടെന്നൊന്ന്. അതായത് പിന്നെ ഈ ഷംനയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ പറ്റുമോ തോന്നുന്നുണ്ടോ? അത് നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റും? പക്ഷെ വീട്ടുകാരെല്ലാം പറയുന്നത് അങ്ങനെയാണ്. എത്രത്തോളം അത് വിഷമം അനുഭവിച്ചിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവൾക്ക് ഡിപ്രഷൻ വന്നിട്ടുണ്ടായിരുന്ന ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് അവളിൽ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ നിരപരാധിയാണ്. ഇത് വേറെ തെറ്റ് ചെയ്തെന്നല്ല, അങ്ങനെ നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ ആ പയ്യൻ വിളിച്ച് 4 കൊപ്പം ഹോസ്പിറ്റലിൽ എത്തിയപ്പം പോലീസ് എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഇനി അവിടെ ഓട്ടോ വിളിച്ചൊക്കെ എല്ലി പോണത്. എത്തണ്ടേ? അത് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. അതിനോട് യോജിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ
കൂടെ കിടന്ന് ഭർത്താവ് അറിയാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചാൽ അത് ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. എന്ത് നേട്ടം നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം നമുക്ക് ഭർത്താവ് ഉള്ളതാണ്. 1 മാസം തൊട്ട് 9 മാസം വരെ ഈ കൊച്ചിന്റെ ചലനം ഇത്ര 200-800 ഉള്ള പിള്ളയെ പ്രസവിച്ചിട്ടേ അറിയാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞ അതൊരു വലിയ ഇത് തന്നെ. അന്ന് പോലും വീടെല്ലാം പക്ഷെ എന്ത് ഫാൾട്ടാണ് അവർക്ക് സംഭവിച്ചത് നേട്ടം നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരു വീട്ടുകാരനുള്ള സംഭവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർത്ത് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ നമ്മൾ നാലിക്കൊപ്പം ലോകം മൊത്തം അറിഞ്ഞതുപോലെയാണ് നമ്മൾ അറിഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ആള് എന്ന നിലയ്ക്കുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കറിയാമല്ലോ ഇന്ന ആള് ഇതുവരെ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ വീട്ടിലുള്ള ഒരാളിനെ പറ്റി നമുക്ക് ഊഹമുണ്ട്. ഈ കുട്ടിക്ക് അങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ അറിയത്തക്ക ഒരു കൊച്ചല്ല. അയ്യോ പാവം കൊച്ച്. അവര് കേട്ടോ വെക്കും. അവർക്ക് എന്റെ കുടുംബത്തിനെ പറ്റിയോ ഒന്നും അറിഞ്ഞുകൂടാത്തല്ലോ. പക്ഷെ അവര് അവളെ വലിയ സ്നേഹമാണ്, പാവമാണ്. വേറൊരു മാനസികാവസ്ഥയിൽ നമ്മളടുത്ത് പെരുമാറിയിട്ടില്ല. ആദ്യത്തെ അതാണ് ഞങ്ങൾക്കും അത്ഭുതം. എന്താണ് അവൾ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ എന്തിന് പറയണേന്ന് കേട്ടാ നമുക്കും അത്ഭുതപ്പെട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചിന്ത ഒരു കാരണവശാലും ആ കുട്ടിക്ക് ഇങ്ങനെ കഴിയില്ല എന്നാണ്. നമുക്ക് അങ്ങനെയല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ മക്കളല്ലേ. ഇനി ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ ഷംന ഇങ്ങനെ കുറ്റകൃത്യം ഏറ്റെടുത്തത്? അത് അറിഞ്ഞൂടാ. 7 മണിക്ക് റൂമിൽ കയറിയതാണ് ഷംന പറയണേ. എന്നാ ഈ സമയത്തെങ്കിലും അവൾ ആരെങ്കിലും വിളിച്ചെങ്കിൽ നമ്മൾ ആരെങ്കിലും പോയി എന്തെങ്കിലും ഒരു ഇത് ചെയ്തന്നെന്നാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ അവള് ഇത്രയും കടുത്ത തീരുമാനം എടുത്തതാണോ ഏത് സാഹചര്യത്തിൽ ചെയ്തതാണെന്ന് കേട്ടാ നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഷംനയുടെ വീട്ടിൽ പറയുന്നത് മൂത്ത കൊച്ചിനെ പോലും നോക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇളയതിൽ കുഞ്ഞുകൂടെ ജനിച്ചപ്പോഴത്തേക്ക് അവർക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് കൊണ്ടേന്നാ പറയുന്നത്. മൂത്ത കൊച്ചിന്റെ കൂടെ താല്പര്യം ഇല്ലെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നല്ല രീതിയിൽ തന്നെ ആ കൊച്ചിനെ നോക്കുന്നത്. കാരണം അവിടെ വയസ്സായ അവളുടെ ഉമ്മായും പാപ്പായും മാത്രമേ ഉള്ളൂ. അവർക്കാണെങ്കിൽ കൊച്ചിനെ കുറച്ച് മടിയിൽ വെച്ചിരിക്കാനോ എടുക്കാനോ ഒക്കെ അവന്റെ ഉമ്മായെ കൊണ്ട് പറ്റുള്ളൂ. നിരന്തരം ഈ കൊച്ചിന്റെ കാര്യങ്ങൾ ചെയ്യാനൊന്നും അവരെ കൊണ്ട് പറ്റിയൊന്നുമില്ല. കൊച്ചിനെ കണ്ടാ നിങ്ങളൊന്ന് ആ കൊച്ചിനെ കണ്ടാ പറയൂ ആ തള്ള ഉപദ്രവിച്ച് കിടക്കുന്ന ഒരു കൊച്ചാണെന്ന് ആ കൊച്ചു മോനെ കണ്ടാ പറയും. എന്നാൽ ഇതിനെയൊക്കെ കണ്ടാ പറയും നമ്മൾ ആഹാരം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെ ഇട്ടിരിക്കണേണെന്ന്. ആ പിള്ളയെ കണ്ട 1.5 വയസ്സായ പിള്ളയാണെങ്കിൽ ഒരു 3 വയസ്സായ പിള്ളയെ പോലെയാണ് അതിരിക്കുന്നത്. അവള് നോക്കാതെയാണ് അങ്ങനെ കിടക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. നല്ല ചെല്ലം പോലെ ഇരിക്കല്ലേ പൊന്നു മോൻ. അവനെ കണ്ടാ പറയൂ ഈ തള്ള വേണ്ടാതെ ഒരു ഇങ്ങനെ ഒരു സ്ത്രീ നോക്കണ പിള്ളയാണെന്ന് അവനെ കണ്ടാ പറയൂ. അവന്റെ ഉമ്മായും പാപ്പായും നിങ്ങൾ കണ്ടില്ലേ? അവന്റെ ഉമ്മായെ കണ്ടാ പറയൂ അവരാണ് ഈ കൊച്ചിനെ നോക്കണേന്ന്. പിന്നെ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്ന സംഗതി, മറ്റേതെങ്കിലും ഇടപെടൽ ആരുടെയെങ്കിലും ഉണ്ടായിരുന്നോ? കാരണം ഇങ്ങനെ രണ്ടാമതൊരു കുഞ്ഞ് വേണ്ട എന്ന കുടുംബത്തെ പേഴ്സണലായിട്ട് ഇനി ഫാമിലി ഒന്നുമല്ല. 9 മാസം വരെ അവൾ എന്തിനു മറച്ചു വെച്ചതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഈ കുടുംബത്തെ ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് രണ്ടാമതൊരു കുഞ്ഞിനെ വേണ്ട എന്നൊരു ഇതിലേക്ക് കൊണ്ടുവിട്ടോ? കാരണം അവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആരെ? ആ വീട്ടുകാരെയും. ഞാൻ അറിഞ്ഞൂടാ ഇവര് നിനക്ക് ഇനി കുഞ്ഞ് ജനിച്ചാ ഇവിടെ ജീവിക്കാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്കതിൽ വളരെ വിഷമമുണ്ട് ഈ വാർത്ത ചിത്രീകരിക്കുന്നതിൽ. ഓക്കെ, ഷംന ഇപ്പോൾ വലിയൊരു കുറ്റകൃത്യം ചെയ്ത പ്രതിയാണ്. പക്ഷേ മറുവശം ഷംന അതീവ സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ ഭർത്തൃ വീട്ടിൽ അവൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? ഇല്ലെന്ന് തോന്നുന്നു. കാരണം അവിടെ നാട്ടുകാർ ഷംനയെ അധികം പുറത്ത് കണ്ടിട്ടേയില്ല. 3 വർഷമായി വിവാഹം കഴിച്ചിട്ട് ഇതുവരെ കവലയിലെ കടകളിലോ മറ്റാവശ്യങ്ങൾക്കോ അവളെ പുറത്ത് വന്നതായി കണ്ടവരില്ല. അതുകൊണ്ട് തന്നെ ചിലർ പറഞ്ഞു അവൾക്ക് കുറച്ച് അഹങ്കാരമാണ്, ഗമയാണ്, പിടിവാശിയാണെന്നൊക്കെ. അൽത്താഫിന് ഷംനയോടുള്ള അമിതമായ സ്നേഹം ഷംനയ്ക്ക് അടിമത്തം ആയിരുന്നോ? ഷംന അവളുടെ പ്രഗ്നൻസി പോലും എന്തോ വലിയ ഒരു അപരാധമായി മനസ്സിൽ കൊണ്ടു നടന്നോ? കുറേയേറെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാണ്. ഞാൻ ജനലിനരികിൽ നിന്നും ഷംന എൻ്റെ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഷംന ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. കുറേയേറെ ചോദ്യങ്ങൾക്ക് അവൾക്ക് പറയാൻ മറുപടികൾ ഇല്ല എന്ന് തന്നെയാണ് വാസ്തവം. 9 മാസവും തികഞ്ഞിട്ടാണ് ഷംന പ്രസവിക്കുന്നത്. കുഞ്ഞിന് ഏകദേശം 200-800 കിലോ തൂക്കമുണ്ടായിരുന്നു. ഷംന ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന ദിവസം 7:15 അടുപ്പിച്ച് മുറിക്കുള്ളിൽ കയറി വാതിലടച്ചത്. ഏകദേശം ആ സമയത്ത് തന്നെയാണ് പ്രസവിച്ചത് എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ രാത്രി മുഴുവൻ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് ഈ പ്രസവ വേദനയുടെ ലക്ഷണങ്ങളും മറച്ചുവെക്കാൻ പറ്റാത്തത്ര ഭൂമിയിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്ന ആ വേളകൾ ഏകദേശം 4 മുതൽ 6 മണിക്കൂർ വരെ 7 മണിക്ക് മുമ്പുള്ള അത് രാത്രി സമയമാണ്. ആ സമയത്താണ് ഭർത്താവായ അൽത്താഫ് ഒപ്പമുണ്ടായിരുന്നത്. ഇതൊന്നും അൽത്താഫ് അറിഞ്ഞില്ലേ? അറിഞ്ഞില്ല എന്നാണ് ആ വീട്ടുകാർ പറയുന്നത്. ഈ കുട്ടി പ്രഗ്നൻ്റ് ആയ വിവരമേ
അൽത്താഫ് അറിഞ്ഞില്ലത്രേ. പക്ഷേ ഈ കുട്ടി അൽത്താഫിൻ്റെ തന്നെയാണ്, മറ്റാരുടേതും അല്ല എന്നും ഈ അൽത്താഫ് പറയുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ അത് എൻ്റേത് തന്നെയാണ്. അത്രയ്ക്ക് വിശ്വാസമാണ് ഷംനയെ. അറിയില്ല എന്താണ് ഇതിൻ്റെ സത്യമെന്ന്. കഷ്ടം.